വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി നടത്തുന്നുണ്ട് പൾസർ സുനി. കേസുമായി ബന്ധപ്പെട്ട് ഒരു പ്രമുഖ സംവിധായകന്റെ പേര് പറഞ്ഞു കേട്ടിരുന്നു. ശ്രീകുമാർ മേനോന്റെ പേരായിരുന്നു അത്. ഈ ശ്രീകുമാർ മേനോൻ ഈ കേസിൽ ബന്ധമുണ്ടോ? മഞ്ജുവും ശ്രീകുമാർ മേനോനും തമ്മിൽ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായി വന്ന കേസെന്നാണ് പ്രതിഭാഗം കോടതിയിൽ വാദിക്കാൻ ശ്രമിച്ചത്. എന്താണ് ഒന്നാം പ്രതിയായ പൾസർ സുനിക്ക് പറയാനുള്ളത്? കേൾക്കാം. എൻ്റെ കാശ് ഞങ്ങൾക്ക് വേണ്ട, മാസം പറഞ്ഞതുപോലെ ഞാൻ പറയില്ല. അനൂപ് ബാബു സാറിന് കണ്ടതും ബാബു സാറ് മാറ്റുന്നതും ശ്രീകുമാറിന് ഈ കോടതിയിൽ ഇങ്ങനെ ഉൾപ്പെടുത്താൻ പറഞ്ഞതും മാർട്ടിൻ കോടതിയിൽ എഴുതി ഞാൻ അറിഞ്ഞു. മാർട്ടിന് കാശ് കൊടുത്ത് ഇല്ലാത്ത കാര്യം പറയുന്നതായി കളിച്ചു. അതൊക്കെയാണ് അതിൻ്റെ അത്. ഇപ്പൊ ഏതാണ്ട് കത്ത് ഓർമ്മ വന്നില്ല. അതെല്ലാം അത് എന്റെ ഉത്തരങ്ങളാണ്. അതെ 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 പുള്ളിക്കുള്ള ചോദ്യങ്ങളും പുള്ളിക്കുള്ള ഉത്തരങ്ങളും പുള്ളിക്കുള്ള ഇതും എല്ലാം അത് ആ ഓരോ രീതിയിലാണ് പോകുന്നത്. മഞ്ജു അല്ലല്ലോ? അല്ലല്ല, മഞ്ജുവും ശ്രീകുമാറും ഇല്ലില്ല. അവരെ മഞ്ജുവിനെ കണ്ട ശ്രീകുമാറായിട്ട് എനിക്ക് ബന്ധമില്ല. മഞ്ജു അല്ല, കൊട്ടേഷൻ മഞ്ജു അല്ല. കറക്റ്റ് സത്യത്തിൽ മഞ്ജുവിന് റോൾ ഉണ്ടോ? മഞ്ജുവിന് ഇങ്ങനെ റോൾ വരാൻ വേഗത്ത് ആ പാവത്തിനെ പിടിച്ച് വലിച്ചിട്ടല്ലേ പേര് ഉള്ള ഇവർക്ക് ഇതിലുള്ളവരൊക്കെ ഇവര് ഇങ്ങോട്ട് ഇത് ചെയ്യാണ്. അപ്പൊ നാലാള് ഇപ്പൊ മഞ്ജുവിന് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ പറയും ശരി അവള് കുടിക്കുക എന്ന് പറയും. അപ്പൊ ശ്രീകുമാർ ശരി അപ്പൊ ഒരു കൂട്ടി ചോദിക്കുമ്പോ അവിടെ ആ സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു രീതിയിൽ ഏറ്റവും നിർണായകമായതാണ് പ്രതിഭാഗം കോടതിയിൽ വാദിക്കാൻ ശ്രമിച്ചത് ഈ കേസ് കെട്ടിച്ചമച്ചതാണെന്നും ഈ കേസിൽ പൾസർ സുനിയെ കൊണ്ട് ഇങ്ങനെയൊരു ഓപ്പറേഷൻ നടത്തിയത് ദിലീപിന്റെ മുൻ ഭാര്യയായ മഞ്ജു വാര്യരും ഒപ്പം ശ്രീകുമാർ മേനോനും കൂടിച്ചേർന്നാണ് എന്നുള്ളതുമാണ് കോടതിയിൽ പ്രതിഭാഗം സമർത്ഥിക്കാൻ ശ്രമിച്ചത്. എന്നാൽ ആ വാദം പൾസർ സുനി ഇന്നിപ്പോൾ നമ്മുടെ ഒളിക്യാമറയിൽ പറയുന്നു. ശ്രീകുമാർ മേനോനോ മഞ്ജു വാര്യർക്കോ ഇതിലൊരു ബന്ധവുമില്ല. മറുഭാഗത്ത് നിൽക്കുന്ന ആളുകളെയാണ് അവർ ആ പ്രതിയാക്കാൻ ശ്രമിച്ചത് എന്നതാണ് റിപ്പോർട്ടറിന്റെ ഒളിക്യാമറയിൽ പൾസർ സുനി പറയുന്നത്. ഒന്നാം പ്രതിയായ പൾസർ സുനിയുടെ വെളിപ്പെടുത്തലുകൾ കേരളത്തെ ആകെ ഞെട്ടിച്ച കോളിളക്കമുണ്ടാക്കിയ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഒരു മാധ്യമ സ്ഥാപനം നടത്തിയ ഒരു സ്റ്റിംഗ് ഓപ്പറേഷന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ പുറത്തുവരുന്നത്. റിപ്പോർട്ടർ ടിവിയുടെ പ്രതിനിധി റോഷിപാൽ നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷൻ, ആ സ്റ്റിംഗ് ഓപ്പറേഷനിൽ കുടുങ്ങിയ പൾസർ സുനി കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എത്ര രൂപയ്ക്കായിരുന്നു കൊട്ടേഷൻ? എത്രയാണ് താൻ വാങ്ങിയത്? ഇനി എത്ര ബാക്കി നിൽക്കുന്നു? ഇനി എന്തായിരുന്നു പ്രധാനപ്പെട്ട ഓഫർ? ഈ റേപ്പ് കൊട്ടേഷൻ എന്ന ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിലെ ക്രിമിനൽ സംവിധാനങ്ങളിലെ ഒരു പ്രധാന അധ്യായം എഴുതി ചേർത്ത ഈ ക്രൂരമായ പീഡനത്തിന് എന്തായിരുന്നു മോട്ടിവേഷൻ? ആ പീഡനം എങ്ങനെയാണ് ആസൂത്രണം ചെയ്തത്? ഈ ഇരയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തതിനുമപ്പുറം ഇരയുടെ സഹകരണത്തോടു കൂടിയുള്ള വീഡിയോ ചിത്രീകരിക്കാൻ നിർദ്ദേശിച്ചത് അതെങ്ങനെയാണ് ഇരയോട് താൻ പറഞ്ഞത്? ഈ അതിജീവിതയെ പിന്നീട് അതിജീവിതയെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അതിജീവിത ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പണം നൽകണം, അല്ലെങ്കിൽ ഞാൻ പൈസ നൽകിയാലെങ്കിലും എന്നെ വെറുതെ വിടുമോ എന്ന് ചോദിച്ച് കരഞ്ഞത്. ഇക്കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നുവെന്നും മാത്രവുമല്ല സമാനമായ രീതിയിൽ മറ്റു നടിമാർ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്ന സൂചനയും നൽകുന്നു ഇതിൽ പൾസർ സുനി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കേസിൽ മഞ്ജു വാര്യർക്കോ ശ്രീകുമാർ മേനോനോ ഒരു പങ്കുമില്ല എന്നുള്ളതും പൾസർ സുനി റിപ്പോർട്ടറിന്റെ ഒളിക്യാമറയിൽ പറയുന്നു. റോഷി, ഏറ്റവും നിർണായകമാണ് ഈ കേസിൽ മഞ്ജു വാര്യരെയും ശ്രീകുമാർ മേനോനെയും വലിച്ചിഴച്ചത് തന്നെ പ്രതിഭാഗത്തിന് രക്ഷപ്പെടാൻ ഗൂഢാലോചന കുറ്റം നിൽക്കില്ല എന്നും ഗൂഢാലോചന നടത്തിയത് മറ്റൊരു കേന്ദ്രത്തിലായിരുന്നുവെന്നും സ്ഥാപിക്കാൻ വേണ്ടിയാണ് എട്ടാം പ്രതിയായ ദിലീപും സംഘവും. എന്നാൽ ഒന്നാം പ്രതി ഇപ്പോൾ തുറന്നു പറയുന്നതിലൂടെ ആ വാദം പൊളിയുകയാണ്, അല്ലേ റോഷി? ഡോക്ടർ അരുൺകുമാർ, തുടക്കം മുതൽ തന്നെ ദിലീപിന്റെ വാദമായിരുന്നു അത്. തൻ്റെ മുൻ ഭാര്യ മഞ്ജു വാര്യർ, അന്ന് മഞ്ജു വാര്യർക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം സിനിമയിൽ അവസരം നൽകിയ ശ്രീകുമാർ മേനോൻ, ഇവർ രണ്ടുപേരും ചേർന്ന് തന്നെ തകർക്കാൻ നടത്തിയ ഗൂഢാലോചനയാണ് ഈ നടിയാക്രമിച്ച സംഭവം എന്നാണ്. ആക്രമണത്തിന് പിന്നിൽ ഈ രണ്ടുപേരാണെന്ന് വാദിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. അത് പൂർണ്ണമായും തെറ്റാണ്. അത് പൊളിച്ചുകൊണ്ടാണ് ഈ കൃത്യം നിർവഹിച്ച പൾസർ സുനി രംഗത്തെത്തുന്നത്. അങ്ങനെ മഞ്ജു വാര്യരുമായി ബന്ധമില്ല, മഞ്ജു വാര്യർ ഈ കേസുമായിലേക്ക് വലിച്ചിഴക്കുകയായിരുന്നു. ശ്രീകുമാർ മേനോനെ തനിക്ക് അറിയുക പോലുമില്ലെന്ന് പൾസർ സുനി പറയുന്നുണ്ട്. മാത്രവുമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്
ദിലീപിൻ്റെ ശത്രുക്കൾ, ദിലീപിൻ്റെ എതിർപാളയത്തിലുള്ളവരെ ഒന്നൊന്നായി ഈ കേസിലേക്ക് വലിച്ചിഴച്ചു എന്ന് പൾസർ സുനി പറയുന്നുണ്ട്. ഈ കുറ്റകൃത്യം ചെയ്തയാളാണ് പൾസർ സുനി, ഈ കേസിലെ മുഖ്യപ്രതിയാണ് പൾസർ സുനി. ആ പൾസർ സുനിയാണ് ഈ കാര്യം റിപ്പോർട്ടർ ഒളിക്യാമറയ്ക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നത്. ഏതായാലും ഈ വാദം, ദിലീപ് ഈ കേസിൽ 8ാം പ്രതി, ഈ ഗൂഢാലോചനയുടെ പ്രധാനിയായ ദിലീപിൻ്റെ വാദം പൂർണ്ണമായും പൊളിക്കുകയാണ് ഇപ്പോൾ പൾസർ സുനി ചെയ്തിരിക്കുന്നത്. ഇത് കോടതിക്കകത്തും പുറത്തും കൃത്യമായി ദിലീപും ദിലീപിനെ അനുകൂലിക്കുന്നവരും ഉയർത്തിക്കൊണ്ടുവരുന്ന വാദങ്ങളിൽ ഒന്നാണ്. അത് പൂർണ്ണമായും തെറ്റെന്ന് പറയുന്നു. പോലീസ് അന്വേഷണത്തിലും അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആരോപണം തെറ്റാണെന്ന് പോലീസിനും മനസ്സിലായതാണ്. എന്നിട്ടും നിരവധി തെളിവുകൾ ഈ കേസിൽ ദിലീപിനെ കുരുക്കുന്ന തെളിവുകൾ റിപ്പോർട്ടർ തന്നെ പുറത്തുവിട്ടിരുന്നു. പോലീസിന് കുറേ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞു. എന്നിട്ടും ഈ കേസ് ഗൂഢാലോചന മഞ്ജു വാര്യരുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമം ദിലീപും സംഘവും നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് പൾസർ സുനി ഈ കൃത്യമായ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. മഞ്ജു വാര്യർക്കും ശ്രീകുമാർ മേനോനും ഈ കേസുമായി ഒരു ബന്ധവുമില്ല, അതിലേക്ക് മഞ്ജു വാര്യരെ വലിച്ച് ഇടുകയായിരുന്നു എന്നാണ് പൾസർ സുനി പറയുന്നത്. ഏതായാലും അതോടെ പൂർണ്ണമായും അത് വ്യക്തമാവുകയാണ്. അതിൽ ഒരു കാർമേഘം ഉണ്ടായിരുന്നു, സൃഷ്ടിക്കാൻ ദിലീപ് ശ്രമിച്ചിരുന്നു. അത് പൂർണ്ണമായും നീങ്ങുന്നു, വ്യക്തത വരുന്നു. ഈ സത്യം തെളിയുകയാണ്. മഞ്ജു വാര്യരും ശ്രീകുമാർ മേനോനുമല്ല തൻ്റെ മുൻ ഭാര്യയാണെന്ന ദിലീപിൻ്റെ വാദം അവിടെ പൂർണ്ണമായും പൊളിയുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വന്ന ഓരോ വെളിപ്പെടുത്തലിൻ്റെ ദൃശ്യങ്ങളും അത് ഈ കേസിൽ ഏറ്റവും നിർണായകമായി സ്വാധീനിക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം പലതും പോലീസിന് മുന്നിലോ അല്ലെങ്കിൽ പിന്നീട് കോടതി 2-3 കാര്യങ്ങൾ കൂടിയുണ്ട് റോഷി. എന്തിനു വേണ്ടിയായിരിക്കാം ദിലീപ് ഇങ്ങനെ ചെയ്തത്? ഇതൊരു സമാനമായ ഒരു കുറ്റകൃത്യമല്ല, മറ്റൊരു തരത്തിലും നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത തരം ഒരു ക്രൂരമായ കുറ്റകൃത്യം. ആ ക്രൂരമായ കുറ്റകൃത്യത്തിന് മറ്റു നടികളെ കൂടി ഇരയാക്കിയിട്ടുണ്ടോ ഇത്തരത്തിൽപ്പെട്ടവരെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതൊരു കുറ്റകൃത്യത്തിൻ്റെ ഒരു പാറ്റേൺ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നോ? കൊട്ടേഷൻ റേപ്പ് എന്നുള്ളത് മലയാള സിനിമയിൽ സംഭവിച്ചത് എന്തിനു വേണ്ടിയാണ്? അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ആത്യന്തികമായ ലക്ഷ്യം എന്തായിരുന്നു എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്.